അല്ല, പുത്തൻചെറിയിൽ നിന്ന് വരുന്ന കുഞ്ഞെ, പുത്തൻചെറിയിൽ നിന്ന് വരുന്ന ബോട്ടാണ് വന്നത്. അതെ. ആ മലക്കറിക്കാരനെ ഇന്നും കാണുന്നില്ല. എന്തോ ഈ പോലീസ് സ്റ്റേഷൻ എവിടെ അമ്മാവാ? എമ്പോക്കി അമ്മാണ് നിന്റെ മറ്റവനാ. ഓരോരുത്തൻ വരും അമ്മാവൻ അപ്പൂപ്പൻ എന്ന് പറഞ്ഞോണ്ട്. എവിടെ നിന്ന് കെട്ടിയെടുത്തടാ? എന്തിനാ ആശാനെ അങ്ങനെ കയറി അങ്ങനെ വിളിക്കാൻ പോയത്? അല്ല, ഞാൻ അമ്മാവാന്ന്. മാധവൻപിള്ള ചേട്ടന്റെ ഇരട്ട പേരാത്. അങ്ങനെ വിളിക്കുന്നത് വലിയ കലിയാ. ഇപ്പൊ എന്തോ ചീത്ത വിളിച്ചില്ല. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അല്ല, എങ്ങോട്ടാ? അല്ല, ഈ പോലീസ് സ്റ്റേഷൻ നേരെ പോയാ മതി, ബോർഡ് കാണാം. എന്റെ ദൈവങ്ങളെ, കുത്തും കൊല അക്രമമായിട്ട് ഇന്നിങ്ങോട്ട് ആരും അയക്കല്ലേ. ഇതൊക്കെ കണ്ടും കേട്ടും മടുത്തിട്ടാ. നിർബന്ധമാണെങ്കിൽ ഒന്നോ രണ്ടോ പെറ്റിക്കേസുകളാവാം. സാറ് ഒരാൾ വന്നിരിക്കുന്നു. പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇങ്ങോട്ട് എഴുന്നള്ളിത് ഏത് പുലിവാലാണാവോ? വരണു. എന്റെ ഭഗവാനെ. നമസ്കാരം സാർ. അതവിടെ നിൽക്കട്ടെ, കാര്യം പറ. ആരെങ്കിലും തന്നെ തല്ലിയോ അതോ തന്റെ വല്ലതും കളവ് പോയോ? അഥവാ പോയെങ്കിൽ എപ്പോഴാ എന്താ സാധനം വേഗം പറഞ്ഞിട്ട് പോയിക്കോ. അതല്ല സാർ. പരാതി എഴുതിക്കൊണ്ടുവന്നിരിക്കുകയാണല്ലേ. മര്യാദക്കാരനാണല്ലോ താൻ. ഇതിന്റെ ശരിയായ രീതിക്ക് നല്ല വശമുണ്ടല്ലേ. ഇങ്ങോട്ട് തന്നെ. പരാതിയല്ല സാർ, ജോയിൻ ചെയ്യാനുള്ള ഓർഡറാ. ഓ, പുതിയ അപ്പോയിന്റ്മെന്റാ. ഞാൻ പരമേശ്വരൻ നായർ, ഹെഡ് കോൺസ്റ്റബിൾ ഇൻചാർജ്. വരണം. മൊയ്തീൻ നമ്പ്യാരെ, ഇത് പുതിയ അപ്പോയിന്റ്മെന്റാ. പേരെന്താ പറഞ്ഞ? ശ്രീനിവാസൻ. ഞാൻ മൊയ്തീൻ. സ്ഥലം എവിടെ? കല്ലൂപ്പാറ. അപ്പൊ കുറുപ്പിന്റെ ഭാര്യ വീടിന്റെ അടുത്താണല്ലോ. ഞാൻ പാലത്തുനിന്നാ കെട്ടിയിരിക്കുന്നേ. അയ്യോ, നമ്മുടെ SI കരിമ്പാറ മാത്രം സാർ എത്തിയിട്ടുണ്ട്. ശ്രീനിവാസ, ഒന്ന് നന്നായിട്ട് കണ്ടോളൂ കേട്ടോ. മോനെ, അയ്യോ, എന്നോട് സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞ നീ വരത്തില്ലല്ലേ? എന്റെ അടുത്ത് എപ്പിടി കാണിക്കുന്നത്? എന്താണ് നീ രായപ്പന്റെ അടുത്ത് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല സാർ. എന്താ പറഞ്ഞ? എനിക്കറിയാം. നിന്നെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പെന്നോ? മാത്തന്റെ വകുപ്പ്. അയ്യോ, പിടിച്ചേ. മൊയ്തീനെ നമ്പ്യാരെ, ഇത്തിരി വെള്ളം എടുത്തേ. ഇത്തിരി വെള്ളം കൂട്ട് എടുക്കണോ? ആരാടോ നായര്? പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ. ഭേദം ചെയ്യാനായിട്ട് തല ഇറങ്ങിയതാവും. ശീലം ഉണ്ടാവില്ല. ഗ്യാസ് പോയോ? അയ്യോ, വഴിതെറ്റി കയറിയാണോ? അല്ല സാർ. പിന്നെ വീട്ടുകാരുടെ നേർച്ചയായിരുന്നു തന്നെ പോലീസ് ചേർക്കാമെന്ന്. തന്റെ മുഖത്തൊണ്ട് ലക്ഷണം താൻ ഈ തൊഴിലിന് പറ്റിയവനല്ലെന്ന്. ശരി ശരി, നടക്കട്ടെ. ഇവിടെ നായരെ സാർ, ഡീറ്റെയിൽസ് എടുത്തിട്ട് ക്യാപ്പ് മെൽറ്റ് ഇഷ്യൂ ചെയ്തേരെ. നാളെ മുതൽ ഡ്യൂട്ടി കയറട്ടെ. പത്ത് വർഷത്തേക്കുള്ള നിന്റെ സർവീസും തുടങ്ങുക. നല്ല പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. എന്നങ്ങോട്ട് ഇറങ്ങാം. ഭഗവാനേ, ഈ കാക്കിടുപ്പും തൊപ്പിയും എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ലൈസൻസ് ആണെന്ന് കരുതുന്നവരുണ്ട്. എന്നാ അങ്ങനെയല്ല. എന്ത് തോന്നിവാസവും കാണിക്കാൻ മനുഷ്യന്മാർ ഒരുമിടുമ്പോ അത് തടയാനുള്ളവരാ നമ്മള്. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഇന്നലെ പരിചയപ്പെട്ടില്ലേ നമ്മുടെ SI കരിമ്പാറ മാത്തൻ. ഈ കരിമ്പാറ എന്നുള്ള വീടിന്റെ പേരാ. വീടിന്റെ പേരും ആ പ്രകൃതം തമ്മിൽ എന്തൊരു യോജിപ്പാ. കിള്ളിക്കുരിശുമംഗലത്തെ മാത്തന്നല്ല, കരിമ്പാറ മാത്തന്ന. അതൊരു ജന്മം. മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ചെകുത്താനാ. ഒരു പോലീസുകാരൻ എങ്ങനെ ആവരുത് എന്നുള്ളതിന്റെ ഉത്തമ ദൃഷ്ടാന്താണ് കരിമ്പാറ. മനസ്സിലായോ? അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. സത്യം പറയട്ടെ, താനൊരു കലാകാരനായതുകൊണ്ടാ എനിക്ക് തന്നോടുള്ള ഈ അടുപ്പം. ഞാനും 2-2.5 കൊല്ലം കഥകളി പഠിക്കാൻ പോയതാ. ഒരു കളിക്കാരനാവണമെന്നായിരുന്നു മോഹം. ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാതായപ്പോ ഇങ്ങനെ ഇറങ്ങിയുള്ളൂ. നടന്നോ, സമയം കളയണ്ട. ഇവിടെ അത്ര തിരക്കുള്ള സ്റ്റേഷനൊന്നുമല്ല. എല്ലാ അടിപിടി കേസോ പെറ്റി കേസോ അങ്ങനെ ചില്ലറ കേസുകളൊക്കെ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറ്റിയ സ്റ്റേഷനാ. സുഖ. ഇതറിയില്ലേ, വയർലെസ് സെറ്റ്. വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയാനുള്ള ഒരു ഏർപ്പാട്. ഹലോ ഹലോ, പുറന്തോട് പോലീസ് സ്റ്റേഷനല്ലേ? ഇത് വടക്കേക്കരയാ. അളിയനല്ലേ? ഇത് മൊയ്തീനാ. നാളെ അളിയൻ വരുമ്പോ ഫാത്തിമയുടെ ബ്ലൗസും പിള്ളേരുടെ ഉടുപ്പും അവിടെ ടൈലർ കുഞ്ഞിന്റെ കടയിൽ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിച്ചോണ്ട് വരണം. വളരെ അത്യാവശ്യമാ. നിക്കാഹിന് പോകാനുള്ളതാ. അതെ,
മറക്കരുത്. ശരി, ഓവർ ഓവർ. ശ്രീനിവാസ, ആ റൈഫിൾ സെന്റർ ഡ്യൂട്ടി ഉണ്ട്, മനസ്സിലായില്ലേ? മുന്നിൽ പാറാൻ വെക്കുക. ആ ആദ്യത്തെ ഡ്യൂട്ടി അതിനെ ആവട്ടെ. എന്താ? ശരി സാർ. ആ റൈഫിൾ മേടിച്ചോളൂ. എന്താ കുട്ടി? കുട്ടിയോ? കൈയെടുത്തേ. ആ എങ്ങോട്ട് പോവാ? ഇത് പോലീസ് സ്റ്റേഷനാ. ആഹാ, എന്നാ ഞാൻ ഇതിന്റെ ആകൊക്കെ ഒന്ന് കയറി കണ്ടോട്ടെ. കേറി കാണാനോ? കേറി കാണാൻ എന്താ കാഴ്ച ബംഗ്ലാവാ? ആ, നിങ്ങളെ നിൽപ്പും പാവൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നേ. കൈയെടുത്തേ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇതെന്തുവാ? പറ്റില്ല എന്ന് ഭയങ്കര അവിടെ ശല്യമായിരിക്കും. നിൽക്കല്ലേ? എന്താ എന്താ? സാർ ഈ കുട്ടി. അതെ, എന്റെ മോളാ. എന്താ? ഒന്നുമില്ല സാർ. എടാ, എന്റെ മോൻ ധരിക്കണ എന്റെ ചന്ദ്രിക, നിനക്ക് ഇത്തിരി അടക്കം ഒതുക്കെ ആയിട്ട് മര്യാദയ്ക്ക് നടന്നൂടെ? അച്ഛൻ ഉണ്ടെന്നെങ്കിൽ ഉണ്ണാൻ നോക്ക്, എനിക്ക് പോണം. ഞാൻ ഉണ്ണാത്തന്റെ ഉള്ളൂ. ഏതാ ചാക്കോന്തൻ? ഒന്നും മിണ്ടാതിരിക്കണ്ടോ? ശ്രീനിവാസ, ആ താനെവിടെ ഇരി. അയ്യോ വേണ്ട സാർ, ഞാൻ ആ മാധവപിള്ളയുടെ കടയിൽ നിന്ന്. താനാ തോക്ക് മാറ്റി വെച്ച് ഇവിടെ ഒന്ന് ഇരിയടോ. ഉള്ളതുകൊണ്ട് രണ്ടുപേർക്ക് കൂടെ കഴിക്കാം. വിളമ്പ് മോളെ, ആ പ്ലേറ്റും കൂടെ എടുത്ത്. സാർ, മോളാണെന്ന് മനസ്സിലാവാത്തോണ്ടാണ് ഞാൻ. ക്ഷമിക്കണം കേട്ടോ. എനിക്ക് ആണും പെണ്ണുമായിട്ട് ഇത് ഒരെണ്ണേ ഉള്ളൂ. അത് തന്നെ ധാരാളല്ലേ. ഏതിനാ പഠിക്കുന്നത്? ടൈപ്പ്. ഹയർന. അത് പിന്നെ വലിയ കാര്യല്ലേ. അച്ഛാ. ആ വിളമ്പ് വിളമ്പ്. അയ്യോ, അത് ജീപ്പ് വരുന്നു, ഞാൻ പോവാ. എന്താ ഇത്? അച്ഛന് അച്ഛന് ഊണ്. ഏ, രാവിലെ കഞ്ഞി എന്നോ കുടിച്ചേ? ഇല്ല സാർ, പുട്ടും കറില്ല. ഒന്ന് ചോണയായിട്ട് നിൽക്കണു. ഓടോടുന്നു. കേറി വാടോ. എങ്ങനെയുണ്ട് എന്റെ ബംഗ്ലാവ്? കൊള്ളാം സാർ. ആ ഇത് എനിക്ക് ആകെയുള്ള ഒരു ഭാര്യ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന ആളാ ശ്രീനിവാസൻ. എവിടെയാ വീട്? കല്ലൂപ്പറയില്ല. ആഹാ, അവിടെ വാലിയമിറ്റെന്ന് പറഞ്ഞൊരു വീടുള്ളത് അറിയോ? അറിയാം. എന്റെ ചെറിയമ്മയുടെ മൂത്ത മകളുടെ ഭർത്താവിന്റെ സഹോദരിയെ കെട്ടിച്ചയച്ചിരിക്കുന്നത് അങ്ങോട്ടാ. ഓ, അവരൊക്കെ അവിടെ തന്നെ സുഖമായിട്ട് ഇരിപ്പുണ്ട്. നീ പോയി ചായ ഇടാൻ നോക്ക്. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. കാര്യങ്ങൾ ചോദിക്കുന്നതിനിടയ്ക്കാ. കെട്ടിയിരിക്കണ ഒരു സാറാ, ഗോപാലേഷൻ. അറിയാം. അമ്മയുടെ എന്തൊരു അടുത്ത ബന്ധം കൂടി ഉണ്ട്. ആണോ? കണ്ടോ കണ്ടോ, പറഞ്ഞു വരുമ്പോ രക്തബന്ധം ഇല്ലെങ്കിലും ബന്ധുക്കളായിട്ട് തന്നെ വരും. പിന്നെ എടോ ശ്രീനി, എനിക്ക് തന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. അതിപ്പോ പോയി. അല്ല, ഇവിടെ എവിടെയാ താമസം? തൽക്കാലം സ്റ്റേഷനിൽ തന്നെയാ. ഒരു വീട് നോക്കണം. അതിപ്പോ ഇവിടെ ആ വീടാണെങ്കിൽ മതി മതി മതി, നിർത്തതിന്റെ കിന്നാരം. വീടിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. വീട് നോക്കാൻ പോണ ഒരാളെ. അയ്യോ, എന്നാ എന്നെ മരുന്ന്. എന്താ അസുഖം? പ്രഷർ അല്ലാതെന്താ, ശരീരമാണ് ഈ പണിയെടുക്കണ്ടേ. ഓ പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ഏമാനല്ലേ? മതി 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 മതി, വല്ലതും കുടിക്കാണ്ടെങ്കിൽ എടുക്ക പോയിട്ട്. ശ്രീ അവിടെ ഇരിക്കെ, ഞാൻ ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരട്ടെ. വാ ഇരിക്കെ, ഇപ്പൊ വരാം. 5 മിനിറ്റ്. ശരി സാർ. അതെ, ഒന്നകത്തേക്ക് പോണായിരുന്നു. അതിനെന്താ, പൊക്കോളൂ. അല്ല, നിങ്ങളുടെ ഈ നിപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെയും പാറാവ് തുടങ്ങിയെന്ന്. കളിയാക്കിയതാ? അല്ലല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. പിന്നെ വേറെ ഒരു ജോലിയും കിട്ടാഞ്ഞിട്ടാണോ പോലീസിൽ ചേർന്ന്? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കണ്ടപ്പോ അങ്ങനെ തോന്നി. നമസ്കാരം സാർ. രായപ്പനെ പോകുന്നു. കുറച്ചു നേരമായി സാർ. വാ. എന്താണോ തല്ലും പിടി ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ജീവിച്ചൂടെ? താൻ എന്താ വെച്ചാ തല്ലിയത്? തുഴ വെച്ചാ സാർ. സാർ, ഇവൻ ഹെൽത്ത് സെന്ററിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്ന് രക്ഷിക്കണം സാർ. വാദിയെ പ്രതിയാക്കുന്ന ഏർപ്പാടാ. രായപ്പനെ ഇട്ടോട്. രായപ്പാ, അരമുറി. ഓ,
എന്താണോ ഈ ഫയല് പരമേശ്വർ സാർ ഒപ്പിടിക്കാൻ ഞാൻ പിന്നെ കൊണ്ടുവരാം സാർ. അവിടെ രായപ്പം വയ്ക്കൂ. വളരെ ഉപകാരം സാർ. ആ വൈകിട്ടാണ് സാർ. ശരി. എടോ, ആ ജീപ്പിന്റെ പുറകിലേ ഒരേത്തക്കുലയും ചാക്കേട്ടും ഉണ്ട്. വൈകുന്നേരം തെർസിയാമ്മയുടെ വീട്ടിലെത്തിക്കണം. എത്തിക്കാൻ സാർ. വീടറിയാവോ? ഇല്ല സാർ. പിന്നെ എങ്ങനെ എത്തിക്കും? എടോ, ആശുപത്രി അടുത്ത് നിന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. സാറേ, ഈ ത്രേസ്യാമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട് ഏതാ? ഇയാളുടെ വായിൽ ഇത് പഴോ? ചിലപ്പോ പൊട്ടനായിരിക്കും. ആ, എവിടെ പോയിട്ട് വരുന്നു? ടൈപ്പ് കഴിഞ്ഞിട്ട്. ഇതെന്താ ചാക്കിട്ടൊക്കെ ആയിട്ട്? ഞാൻ ആ ത്രേസ്യാമ്മയുടെ വീട് വരുന്നു പോവാ. ചേട്ടാ, ഈ ത്രേസ്യാമ്മയുടെ വീട്ടിലുള്ള വഴി ഏതാ? നേരെ അങ്ങ് വിട്ടാ മതി. നേരെ പോയിട്ട് ആ നേരെ അങ്ങോട്ട് ചെല്ലടോ. അവിടെ എത്തുമ്പോ അവള് എന്നെ വിളിച്ച് കയറ്റിക്കോളൂ. ഓരോ ഇറങ്ങിക്കോളൂ ജാക്കോട്ടായിട്ട്. പണ്ടൊക്കെ രാത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫുൾ ടൈം ആയെന്നാ തോന്നുന്നു. അവളുടെ സമയം കൊള്ളാം. ഇവിടെ ആരും ഇല്ലേ? നന്നായിട്ട് സാറേ. SI സാർ നന്നയച്ചാ. ഏതാ മനസ്സിലായില്ല? ഞാനിവിടെ സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്നതാ. പോവാന്നോ? അതെന്നാ പോക്കാ? കേറിയിരിക്കെ, ഇച്ചിരി കാപ്പ് കുടിച്ചിട്ട് വാ. അല്ലേ ചൂടായിട്ട് എന്തേലും ഇത്തിരി. എനിക്കൊന്നും വേണ്ട. ഓ, എന്നാ പേടിയാന്നേ. ഞാൻ പിടിച്ച് തിന്നത്തൊന്നും ഇല്ല. അയ്യോ, എനിക്കൊന്നും വേണ്ട. എന്നെ വിടൂ. വിട്. അയ്യോ.